ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. 2019 തൊട്ട് മുൻപ് 10 രാഷ്ട്രീയ പാർട്ടികൾ ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. എല്ലാം കടലാസ് പാർട്ടികളാണ്. ആ 10 പാർട്ടികളും ചേർന്ന് 2024 വരെ 42 സ്ഥാനാർത്ഥികളെ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. അവർക്ക് ആകെ ലഭിച്ചത് 54,000 വോട്ട് മാത്രം. പക്ഷേ അവർക്ക് ലഭിച്ച തുകയുടെ സംഭാവനയുടെ വലിപ്പമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുക. 4,300 കോടി രൂപ ഈ 10 കടലാസ് രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ഈ വർഷത്തിനിടയിൽ 2019 മുതൽ 2024 വരെ സംഭാവനയായി ലഭിച്ചു. അതിൽ 3,500 കോടി രൂപയും തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി എന്നാണ് അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കണക്ക് അതിന്റെ ചിലവ് പരിശോധിച്ചാൽ വെറും 37 ലക്ഷം രൂപ മാത്രമേ അവർ ചിലവാക്കിയിട്ടുള്ളൂ എന്ന് വ്യക്തമാവും. പിന്നെ എവിടെ നിന്നാണ് ഈ പണമൊക്കെ വന്നത്? ആരാണ് ഈ പണമൊക്കെ നൽകിയത്? ആർക്കാണ് ഈ പണമെല്ലാം കൊടുത്തത്? ഇതിനെല്ലാം പിന്നിൽ ആരാണ് എന്ന ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് വളരെ വ്യക്തമായ ചോദ്യമാണ്. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങളിലും അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് സത്യവാങ്മൂലം വേണോ എന്ന ചോദ്യം. उसको पहले इन्होंने गुजरात मॉडल नाम दिया था. वो अर्थव्यवस्था का मॉडल नहीं था, वो चोरी का मॉडल था, वोट चोरी का मॉडल था. उन्होंने उसको पूरे देश में फैला दिया. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ചോദ്യങ്ങൾ കൂടുതൽ ഉയരുന്നുണ്ട്, ഉത്തരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. 2019 മുതൽ 2024 വരെ നമ്മുടെ രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാർട്ടികളുടെ പേരോ ഇവരുടെ നേതാക്കളെയോ ഒന്നും ഗുജറാത്തിലെ ആർക്കും പരിചയമില്ല. തട്ടിക്കൂട്ട് പാർട്ടികളാണ്. ഇങ്ങനെ തട്ടിക്കൂട്ട് പാർട്ടികൾക്ക് സംഭാവന നൽകിയത് ആരാണ്? ആർക്ക് വേണ്ടിയാണ് ഈ പണമൊക്കെ എത്തിയത്? ആർക്ക് വേണ്ടിയാണ് ഈ പണമൊക്കെ ചിലവഴിച്ചത്? ഇതിനൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും വോട്ട് മോഷണത്തിന് പിന്നാലെ സജീവ ചർച്ചയായി മാറുകയാണ് ഗുജറാത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കണക്കുകൾ.